ലക്ക് ആൻഡ് ഫെയ്റ്റ്, യോഗം, ഭാഗ്യം, വിധി എല്ലാം ദൈവനിർദ്ദേശം, ദൈവ തീരുമാനം, ദൈവത്തിൽ അർപ്പണം, ദൈവത്തിൽ പരിപൂർണ വിശ്വാസം, ദൈവവചനം കേൾക്കുക, ദൈവത്തിൽ നന്ദി സമർപ്പിക്കുക എന്നതൊക്കെയാണ് ലോകമെമ്പാടും പ്രചരിച്ചിരിക്കുന്ന ദൈവസങ്കല്പം. ബിബ്ലിക്കൽ ടീച്ചിങ് അങ്ങനെയാണ് മനസ്സിലാക്കി കൊടുക്കുന്നത്. ലക്ക് എന്നാൽ എന്ത്? മിറക്കിൾ സംഭവിക്കാം ദൈവത്തിലൂടെ, അത്ഭുതങ്ങൾ സംഭവിക്കാം എന്നാണ് ബൈബിൾ നമ്മെ പഠിപ്പിക്കുന്നത്. നമ്മിലൂടെ കടന്നു പോകുന്ന സാഹചര്യങ്ങളെ നാം പ്രയോജനപ്പെടുത്തുന്നതല്ലേ ഭാഗ്യം? നിരന്തരമായ നമ്മിലെ പ്രയത്നം, കഠിനമായിട്ട് നാം എല്ലായ്പ്പോഴും ശുഭാപ്തി വിശ്വാസത്തോടു കൂടിയുള്ള പ്രയത്നങ്ങൾ, അധ്വാനം അല്ലേ ഭാഗ്യത്തെ ആകർഷിക്കുന്നത്? വിധി എന്നത് ദൈവ തീരുമാനം എന്നും അതിൽ നമുക്ക് യാതൊരു നിയന്ത്രണവും ഇല്ല എന്നാണ് എല്ലാ വിശ്വാസവും നമ്മെ പഠിപ്പിക്കുന്നത്. യാദൃശ്ചിക, അപ്രതീക്ഷിതമായിട്ട് നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്നവ വിധിയെന്നും, എന്നാൽ നമ്മൾ ആഗ്രഹിക്കുന്നത് പോലെ, നമ്മൾ വിചാരിച്ചതുപോലെ കാര്യങ്ങളെല്ലാം ഒത്തുവരിക എന്നത് ഭാഗ്യമെന്നും ആണ് നമ്മുടെ തിരിച്ചറിവ്. എന്തായാലും എത്ര അധ്വാനം, എത്ര കഠിനമായിട്ട് ജോലി ചെയ്തിട്ടും വിജയിക്കാൻ പറ്റാത്ത, വിജയിക്കാൻ ഒക്കാത്ത എല്ലാം ഉണ്ട്. പക്ഷെ വിജയിക്കാൻ പറ്റുന്നില്ല, വിജയിക്കാൻ സാധിക്കുന്നില്ല. തടസ്സങ്ങൾ, അത് തീർച്ചയായിട്ടും ഫെയ്റ്റാണ്, ഡെസ്റ്റിനിയാണ്, വിധിയാണ്. എങ്കിലും അതിനെ അതിജീവിക്കാനുള്ള പ്രയത്നം തുടർന്നുകൊണ്ടേയിരിക്കണം. എങ്കിൽ നമുക്ക് ഭാഗ്യം അല്ലെങ്കിൽ സൗഭാഗ്യം അല്ലെങ്കിൽ യോഗം എവിടെയെങ്കിലുമൊക്കെ നമുക്ക് തെളിഞ്ഞു വരും. അല്ലാതെ ഭാഗ്യത്തിൽ മാത്രം വിശ്വസിച്ചുകൊണ്ട് പ്രയത്നിക്കാതിരുന്നിട്ട് അർത്ഥമില്ല. അതുകൊണ്ട് മനുഷ്യ ജീവിതത്തിൻ്റെ ഏറ്റവും പ്രാധാന്യം അറിയിക്കുന്ന, എന്നാൽ വളരെ കൺഫ്യൂസ് ചെയ്യുന്ന, എന്നാൽ വളരെ ലളിതമായിട്ടുള്ള പദങ്ങളാണ് ഭാഗ്യം, യോഗം, വിധി എന്നിവയെല്ലാം. ഉദാഹരണം, നമ്മുടെ ഇപ്പോഴത്തെ ചീഫ് മിനിസ്റ്റർ തമിഴ്നാട് വിജയ്. അപ്പോൾ അദ്ദേഹം നേരത്തെ വെൽ പ്രിപ്പയർഡാണ്. സമയം അനുയോജ്യമായിട്ട് വന്നപ്പോൾ അദ്ദേഹം ചെയ്തു വെച്ച കാര്യങ്ങളെല്ലാം യഥാക്രമം വേണ്ടുന്ന സ്ഥാനത്തേക്ക് കറക്റ്റായിട്ട് വീണ് കിട്ടുകയും അത് അദ്ദേഹത്തിന് ഭാഗ്യമായി സിദ്ധിക്കുകയും ചെയ്തു. വിധി ഉണ്ട്. അദ്ദേഹം ഇങ്ങനെ ഒരു വലിയ രാജാവിൻ്റെ സ്ഥാനത്ത് ഭരണാധികാരി ആകാനുള്ള ഫെയ്റ്റ് ഉണ്ട്, സംശയമില്ല. പക്ഷെ അതിലേക്ക് എത്താനുള്ള ചിന്തയും പ്രയത്നവും കൂടി ഫലിച്ചു. അതുകൊണ്ട് നമുക്ക് പ്രയത്നം, കഠിനാധ്വാനം ചെയ്തുകൊണ്ടിരിക്കുക. വിശ്വാസമനുസരിച്ച് അത്ഭുതങ്ങൾ സംഭവിക്കട്ടെ. നമ്മിലൂടെ കടന്നു പോകുന്ന സാഹചര്യങ്ങളെ നാം പ്രയോജനപ്പെടുത്താം. അങ്ങനെ ഭാഗ്യം, സൗഭാഗ്യം നാം ആകർഷിക്കപ്പെടട്ടെ. എല്ലാവരുടെയും ജീവിതത്തിൽ മംഗളം ഭവിക്കട്ടെ. ഞാൻ കൊല്ലം അയത്തിലെ മെഡിറ്ററേനിയൻ ഹോസ്പിറ്റൽ സൈക്കോളജിസ്റ്റാണ്. ഞാൻ സൈക്കോളജിസ്റ്റ് നാഗരാജ്. 9605743596. അതുകൊണ്ട് നമുക്കെല്ലാം വിധിയെ പഴിചാരിക്കൊണ്ട്, എല്ലാം തലയിലെഴുത്താണ് എന്ന് കരുതിക്കൊണ്ട് ഒന്നും ചെയ്യാതിരിക്കരുത്. നിങ്ങളുടെ ക്ഷീണിത ഭാവം, നിങ്ങളുടെ മടിപ്പ്, അപകർഷതാബോധം, നിഷേധത്വങ്ങൾ മാറ്റാൻ തീർച്ചയായിട്ടും വരും. നിങ്ങൾക്ക് അതിൻ്റെ ഗുണം കിട്ടും. നമുക്കിവിടെ നമ്മുടെ സ്വന്തം NP സ്കൂൾ ഓഫ് തോട്ട്സ് മുഖത്തലയിലുമുണ്ട്, പ്രയോജനപ്പെടുത്തുക. അതിനാൽ എല്ലാം ലക്ക്, എല്ലാം അത്ഭുതം എന്ന് മാത്രം കരുതി ഇരിക്കാൻ പാടില്ല. വരിക, നിങ്ങൾക്ക് ഗുണം ചെയ്യുന്ന കാര്യങ്ങൾ
തടസ്സങ്ങൾ മാറ്റാൻ നമുക്ക് സാധിക്കും. വരിക, വെൽക്കം.